ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിന് ഹാഫ് ബൗൾ പൈനാപ്പിളാണ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർപ്പാണ്, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കട്ടെ, കൂടുതൽ ചേർക്കരുത്. ഇനി ഇതൊന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഗ്രൈൻഡ് ചെയ്തെടുത്ത ഈ ജ്യൂസ് ഒരു സ്ട്രെയിനർ വഴി ഒന്ന് അരിച്ചെടുക്കട്ടെ. അരിച്ചെടുത്ത പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ഒന്നുകൂടെ മിക്സി ജാറിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതിനുശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് പാല് ചേർക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ്. അതും 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 2 സ്കൂപ്പ്. നമ്മൾ സ്കൂപ്പ് എടുക്കുന്ന ഒരു ചെറിയൊരു തവയുണ്ട്, ആ തവയിൽ 2 സ്കൂപ്പാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണിലും ഇത്തിരി കൂടുതലായിട്ട് വരും അത്. അപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീം 1 സ്കൂപ്പ് ചേർത്തു. പിന്നീട് 1 സ്കൂപ്പ് കൂടി ചേർക്കാം. എന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്ത് എടുക്കട്ടെ. ഇപ്പോൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ മിക്സി ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് സർവിങ് ഗ്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു സർവിങ് ഗ്ലാസ് എടുത്ത് വെക്കട്ടെ. ഈ സർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം ഞാനൊരു 5-6 ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും അടിയിലായി ഐസ് ക്യൂബ്സ്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ച ജ്യൂസ് ചേർക്കാം, ഒരു 1/4 ഭാഗം വരെ. പിന്നീട് നമുക്കതിന് മുകളിലായി വാനില ഐസ്ക്രീം 1 സ്കൂപ്പ് ചേർക്കാം. വാനില ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും മുകളിലായി ഒരു ഗാർണിഷിന് വേണ്ടി പിസ്ത ചെറുതായി നുറുക്കിയത് ചേർക്കാം. ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർക്കാം, കാഷ്യൂ നട്ട്സ് ആണെങ്കിൽ കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഇങ്ങനെയുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിന് മുകളിലായി നമുക്ക് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണിത്, പെട്ടെന്ന് റെഡിയാക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. കുറച്ച് ഐസ്ക്രീമും പാലും പഞ്ചസാരയും, ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഈ ചൂടുകാലത്ത് ഇതുപോലുള്ള തണുത്ത ഡ്രിങ്ക്സൊക്കെ കുടിക്കാനല്ലേ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഡ്രിങ്ക്സൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കും കൊടുക്കുക, നമ്മളും കുടിക്കുക. എല്ലാവരുടെയും ഹെൽത്ത് ഒന്ന് നന്നായി വരട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനുശേഷം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഡിഷസുമായി നിങ്ങളെ കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.